സഖാക്കന്മാർക്ക് തോന്നിയപടി ചെലവഴിക്കാനുള്ള സഹകരണ ബാങ്കല്ല കേന്ദ്ര ധനമന്ത്രാലയമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തെ നശിപ്പിച്ച 10 വർഷമാണ് പിണറായി ഭരണത്തിൽ കടന്നു പോയതെന്ന് കുറ്റപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ. UP ഭരണകാലത്ത് 72,000 കോടി രൂപ മാത്രം കേരളത്തിന് ലഭിച്ചപ്പോൾ 2014-2024 കാലത്ത് 3 ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൈമാറിയതെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച പിണറായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയേണ്ടതിന് പകരം കേന്ദ്ര സർക്കാർ പണം തന്നില്ല എന്ന നുണ പ്രചരിപ്പിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ തട്ടിപ്പുമായി വന്നിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി പെൻഷൻ കമ്പനി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടബാധ്യത എന്നിവ മൂലമാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി തീർന്നു പോകുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ കടപരിധി വെട്ടിക്കുറയ്ക്കുന്നതല്ല. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ BJP പിണറായി വിജയനെ ക്ഷണിക്കുകയാണ്. ഇതേക്കുറിച്ചൊരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. CPM-ന്റെ പിന്തുണയോടെ ഭരിച്ച UP സർക്കാർ കേരളത്തിന് 10 വർഷം കൊണ്ട് തന്നത് 72,000 കോടി രൂപയാണ്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് തന്നത് 3 ലക്ഷം കോടിയിലധികം രൂപയും. UP കാലത്ത് പിണറായി വിജയനും CPM-ഉം ഒരു സമരവും ചെയ്തില്ല. 4 ഇരട്ടി സഹായം കേരളത്തിന് തന്നിട്ടും എന്തിന് സമരം ചെയ്യുന്നു എന്നതാണ് ചോദ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിന്റെ കടം 1.5 ലക്ഷം കോടിയോളം രൂപയായിരുന്നു. 10 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ കടം 5 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 7 ലക്ഷം കോടി രൂപ കേന്ദ്രം നൽകിയിട്ടും പിണറായി സർക്കാർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള, ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. പിണറായി വിജയൻ പറയുകയാണ് 12,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടിയില്ലെന്ന്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് അതിന് കാരണം. സഖാക്കന്മാർക്ക് തോന്നിയപടി ചെലവഴിക്കാനുള്ള സഹകരണ ബാങ്കല്ല കേന്ദ്ര ധനമന്ത്രാലയം എന്ന് മനസ്സിലാക്കണം. 16,000 കോടിയുടെ കേന്ദ്ര പദ്ധതികളാണ് പിണറായി സർക്കാർ ചവിട്ടി വെച്ചിരിക്കുന്നതെന്ന് CAG തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും BJP വ്യക്തമാക്കി.